നാട്ടിൽ നശിച്ചൊരു പാട്ടം കൂത്തും കൂടെ തുള്ളാൻ കുറെ എണ്ണങ്ങളും മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി നാശങ്ങള്. നിനക്കൊന്നും വരെ പണിയില്ലടാ. ഓരോന്ന് ഇറങ്ങിക്കോളും. എബി, അപ്പന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, അതങ്ങ് വിട്ടുകളാ. അപ്പനിപ്പ പറഞ്ഞ നശിച്ച പാട്ടും കുത്തൂല്ലേ, അതെന്റെ ജീവന. അതിഷ്ടത്തിലൂടെ എനിക്ക് വയ്യ. എബി, സൈജുവിനോട് തോണ്ടാൻ വന്നവരൊക്കെ ഇപ്പം മണ്ണ് പറ്റി കിടപ്പാ. സൈജു സ്പിരിറ്റ് കിടത്തുന്നതും പോലീസ് പിടിക്കുന്നതൊന്നും ആദ്യമായിട്ടല്ല. അതിന്റെ പേരിൽ എന്നെ കോടതിയിലോട്ട് വരത്തരുത്. അതിപ്പോ താനായാലും ശരി, തന്റെ വക്കീലായാലും ശരി. ടീച്ചർ അമ്മേ, അമ്മേ, എങ്ങനെയുണ്ട് ഇതെന്താ അപ്പൻ? അപ്പാ, എൻ്റെ ആദ്യ സിനിമയുടെ അഡ്വാൻസാണ്. അത് കയ്യിൽ വെച്ചോ. പിന്നെ നമ്മുടെ മോൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നില്ലേ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന്? ആ ഒരു സന്തോഷത്തിൽ തന്നല്ലേ, വാങ്ങായിരുന്നില്ലേ? അവൻ ആഗ്രഹിച്ചിടത്ത് അവനെത്തുന്നു. അവനേക്കാൾ ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അവനധ്വാനിച്ച കാശ് അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതല്ലേ നമ്മുടെ സന്തോഷം.
നമുക്കിനി മുറി വേണ്ട. എഫ്ഐആറും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് ഫോർമാലിറ്റീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അതൊന്നും വേണ്ടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അല്ല സാർ, അത് ആ ഡോക്യുമെന്റ്സ് എങ്ങനെയും മേടിച്ചുകൊണ്ട് വരാനാണ് തോമസ് സാർ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ തലക്കേറ്റ ക്ഷതമാവാൻ മരണകാരണം. ആൻഡ്രോസേട്ടാ, ഒരുപക്ഷെ ആ ലോറിയുടെ ബോഡിയിൽ എവിടെയെങ്കിലും തലയിടിച്ചിട്ടും ഉണ്ടാവും. പാർട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം 1 മണിയായിരുന്നു. ബൈപ്പാസ് റോഡിൽ വെച്ചാണ് ആ ലോറി ഞങ്ങളെ ഇടിച്ചിട്ട് പോയത്. ബോധമില്ലാതെ കിടന്ന് എന്നെ വിളിച്ചുണർത്തിയത് എബിയായിരുന്നു. എന്നിട്ടാണ് അവൻ ഇയാളാണെന്ന് വണ്ടി ഓടിച്ചിരുന്നത്? ഞാനത് ശരിക്കും ഓർക്കുന്നില്ല നിങ്ങളെ. പിന്നെ പേപ്പറിലൊക്കെ വന്ന ഫോട്ടോയിലാണ് ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുന്നത്. നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ സമയത്താണ് ആ ലോറി വന്ന് പെട്ടത്. അന്ന് ആ ഡ്രൈവർ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണുമ്പോൾ ആ ലോറിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ലെഫ്റ്റിലെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് ബമ്പറും ഇളകിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ചോദിച്ചപ്പോഴാണ് അയാൾ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞത്. അപ്പം തന്നെ ഞങ്ങൾ സ്പോട്ടിലേക്ക് പോവുകയും ചെയ്തു. എനിക്ക് ആ ലോറി ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. ഇത്തവണ ഞാൻ പിടിക്കും മോനെ. നിന്നെ അടിച്ച് തീർക്കും ഞാൻ. പിന്നെ നീ കളിക്ക്, കാണാല. ഭദ്ര, സത്യമായിട്ടും ഒരു അപകടം തന്നെ സാറേ. അല്പം മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതാ ഇടിച്ചിട്ട് നിർത്താണ്ട് പോയത്. പുറയിൽ വരുന്ന ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയെന്ന് വിചാരിച്ചു. മരിക്കുന്നു വിചാരിച്ചില്ല സാറേ. ആക്സിഡന്റ് നടക്കുമ്പോൾ സമയം എത്രയായിരുന്നു? ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു. അപകടം നടന്ന സമയം കൃത്യമായിട്ട് ഓർമ്മയില്ല. പുലർച്ചെ 4 മണിക്ക് പോലീസ് ലോക്കപ്പിലായിരുന്നു. അത് മാത്രം നല്ല ഓർമ്മയുണ്ട്.
സൈജു സ്പിരിറ്റ് കിടത്തുന്നതും പോലീസ് പിടിക്കുന്നതൊന്നും ആദ്യമായിട്ടല്ല. അതിന്റെ പേരിൽ എന്നെ കോടതിയിലോട്ട് വരത്തരുത്. ടാങ്കർ സൈജുവിനോട് തോണ്ടാൻ വന്നവരൊക്കെ ഇപ്പം മണ്ണ് പറ്റി കിടപ്പാ.